നമസ്കാരം, വേർഡ്സ് ഓഫ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 കാർഡിൻ്റെ റീഡിംഗ് ആണ് നോക്കുന്നത്. ഞാനിവിടെ 3 കാർഡ് സെലക്ട് ചെയ്യും. ഓക്കെ, പ്രാർത്ഥനാപൂർവം യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആവശ്യപ്പെടുക. അപ്പോൾ ഒന്നാമത്തെ കാർഡ് ഇതാണ്. രണ്ടാമത്തെ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 1, 2, 3 അങ്ങനെ 3 ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രിസ്റ്റലാണ്, ഏത് കാർഡാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ കാർഡ് നോക്കാം. ഓക്കെ, നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ബിസിനസ്സിലായിക്കോട്ടെ, കരിയർ, ഒരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷനോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ചുവട് വെക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് ഇത് അതിനുള്ള സമയമാണെന്നാണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാര്യത്തിലേക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എല്ലാവിധ സക്സസ്സും നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സക്സസ്സും കൊണ്ടുവരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ അനുഗ്രഹങ്ങളും, നിങ്ങൾ പോകുന്ന വഴിയിലെ എല്ലാ തടസ്സങ്ങളും യൂണിവേഴ്സ് മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നമുക്ക് രണ്ടാമത്തെ കാർഡ് എടുത്ത ആൾക്കാരുടെ റീഡിംഗ് നോക്കാം. രണ്ടാമത്തെ കാർഡ് എടുത്തിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം എല്ലാത്തിൻ്റെയും അവസാനമായി എന്നുള്ള ഒരു വിഷമാവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ചിന്തകളാൽ, ആ വിഷമങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇത് ഒരു രാത്രിയാണ്. രാത്രി എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ അവസാനമാണ്. ഇതിനപ്പുറം ഒരു പകലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിന്തകളെ നിങ്ങൾ മനസ്സിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഇത്രയധികം വിഷമിച്ച് പോകണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇതിനപ്പുറം ഒരു പുലരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, വിഷമഘട്ടങ്ങളൊക്കെയും നിങ്ങളെ ഒരിക്കലും തളർത്താൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. കാരണം ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ റീഡിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഷമാവസ്ഥ തരണം ചെയ്യണം. നിങ്ങൾ മനസ്സിന് ബലം കൊടുക്കുക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം. ഈ ഒരു പകലിൻ്റെ തുടക്കമാണ് അടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ അതായത് പുതിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീണിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എണീക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് എടുത്തവരുടെ റീഡിംഗ് നോക്കാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ധൃതിയിൽ, ഒരു തിടുക്കത്തിലാണ്. കാരണം നിങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാൻ സമയമില്ല. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധൃതി പിടിച്ചൊരു ജീവിതമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ആരും സപ്പോർട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആളുടെ ഇതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ബിസിനസ് സംബന്ധമായിട്ട് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം
എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആ അത്രയും ഭാരം നിങ്ങൾ എടുത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചെയ്യുന്നതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും, അതിനൊരു ഫലം ഉണ്ടാകും എന്നാണ്. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളൊന്നും വെറുതെ അല്ല, അതിലൂടെ ഒരു ഫലപ്രാപ്തി അതിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്ത് പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് തന്നെ പോവും. നിങ്ങൾ ആ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഈ വഴിയിൽ നിങ്ങളുടെ പാതയിൽ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. 3 കാർഡിൻ്റെ റീഡിംഗ് എടുത്ത ആൾക്കാരും യൂണിവേഴ്സിനോട് നന്ദി പറയുക, പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. എല്ലാം ഭംഗിയായി നടക്കും എന്നുള്ളത് ആണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ സ്പിരിച്വൽ ആൻഡ് എനർജി റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം.